ഇന്ന് വിവാഹ ചടങ്ങ് നടക്കാനിരിക്കെ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ച വാർത്ത വീണ്ടും. കോട്ടയം കടപ്ലാമറ്റം വയലാ നെല്ലിക്കുന്ന് കൊച്ചുപാറയിൽ ജിൻസന്റെ മകൻ ജിജോ ജിൻസനാണ് മരിച്ചത്. നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന വിവാഹം ഇന്ന് ഔദ്യോഗികമായി നടത്താനിരിക്കെയാണ് യുവാവിന്റെ മരണമുണ്ടായത്. ജി ശ്രീജിത്തിലേക്ക് വീണ്ടും. ശ്രീജിത്ത്, ഞെട്ടലോടുകൂടി വീട്ടുകാർ ഇരിക്കുന്ന ഒരു സാഹചര്യം. ഇത് പൂർണ്ണമായും വാഹനാപകടം തന്നെയാണ്, അതായത് യാദൃച്ഛികമായിട്ടുണ്ടായ അപകടം തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഉണ്ടായ അപകടമാണ്. ഈ അനൂപും ഈ ജിജോയും സുഹൃത്ത് അജിത്തുമായി കാളികാവിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടേക്ക് പോകുന്ന വഴി രാത്രി കല്യാണ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. ആ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. എതിരെ വന്ന ഒരു ടെമ്പോ ട്രാവലറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരുന്നത്. കോലഞ്ചേരി ഭാഗത്ത് നിന്ന് ഈ വാഹനം വരികയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അപകടം ഉണ്ടായ ഉടൻ തന്നെ വളരെ വേഗം തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഈ ജിജോയെയും ഒപ്പം തന്നെ ഈ അജിത്തിനെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. കാരണം പരിക്ക് അത്രയധികം ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഈ ഒരു ജിജോയുടെ മരണം സംഭവിച്ചു. അജിത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ജിജോയുടെ വിവാഹം ഇന്ന് ഇലക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് നടക്കാനിരിക്കെയായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ, ജിജോയുടെ വീട്ടിൽ അമ്മയും 2 സഹോദരിമാരും ഒക്കെയുണ്ട്. ഈ വീട്ടിൽ തന്നെയാണ് അവർ ഒരുമിച്ച് താമസിച്ചിരുന്നത്. അതായത് ഇവർ രജിസ്റ്റർ മാരേജ് ഒക്കെ നേരത്തെ തന്നെ നടത്തിയതാണ്. ഇന്ന് പള്ളിയിലെ ഒരു ഔദ്യോഗികമായ ചടങ്ങ് എന്നുള്ള നിലയിലാണ് അവർ നടത്തുന്നത്. ഇരുവരും നേരത്തെ തന്നെ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. തുടർന്ന് ഒരുമിച്ച് താമസിക്കുന്നു, രജിസ്റ്റർ മാരേജ് നടത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞതാണ്. ഇന്നൊരു ഔദ്യോഗിക ചടങ്ങ്, പള്ളിയിലെ ആചാരപരമായ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇത് കേട്ട ഉടൻ അതിൻ്റെ ഒരു ഞെട്ടലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെയും ഉണ്ടായിരുന്നത്. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സംസ്കാര സമയത്തേക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത, അതായത് മൃതദേഹം എത്തുന്ന സമയത്തായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ വയലായിൽ തന്നെ ഉള്ള ആശുപത്രിയിലാണ് അവർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ജിജോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആരംഭിച്ചാൽ തന്നെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരിക. തുടർന്ന് വൈകുന്നേരം ഏതാണ്ട് 3:30-4 മണിയോടുകൂടി ഇലക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഈ സ്വകാര്യ ഒരു ഓൺലൈൻ കമ്പനിയിൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഡെലിവറി ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ജിജോ. കഴിഞ്ഞ കുറേ കാലമായി ആ ജോലിയാണ് അയാൾ ചെയ്തു വന്നിരുന്നത്. ഇതിനിടെയാണ് ഇങ്ങനൊരു ബന്ധമുണ്ടാകുകയും അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങിയതാണ് നേരത്തെ തന്നെ. ഇന്ന് വിവാഹം എന്നുള്ളത് ഒരുപക്ഷെ ഒരു ആചാരപരമായ ചടങ്ങ് എന്നത് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജീവിതം തുടരുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ജിജോയുടെ വിവാഹം വളരെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാരെല്ലാം വിളിച്ച് വലിയ രീതിയിലൊരു വിവാഹമല്ല, കാരണം ഇവർ കുറച്ചു കാലമായി ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന പള്ളിയിലേക്ക് തന്നെയാണ് ഇന്ന് ഒടുവിൽ ജിജോയുടെ സംസ്കാരവും നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ ബന്ധുക്കളൊക്കെ ഈ ഒരു മരണ വാർത്തയുടെ വലിയ ഷോക്കിലാണ്. ജിജോയുടെ അച്ഛൻ അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയും ചെയ്തു. മറ്റടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ പലരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അവരും ഇതിൻ്റെ ഒരു ആഘാതം അവരെ സംബന്ധിച്ചും വളരെ വലുതാണ്. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളാണ് ജിജോ എന്നാണ് നമുക്ക് ഈ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ദാരുണമായ സംഭവം, അതിൻ്റെ ഞെട്ടൽ ഈ കുടുംബത്തെയും ഒപ്പം തന്നെ ഈ അയൽവാസികളെയും ഈ നാട്ടുകാരെയും ഒന്നും വിട്ടുമാറിയിട്ടില്ല എന്നാണ് നമുക്കിവിടെ വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തുമ്പോൾ കൂടുതൽ ആളുകളൊക്കെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് 11:45 ഒരു 1:30 ആകും കുറഞ്ഞത് മൃതദേഹം ഇനി
വളരെ വേഗത്തിലുള്ള ഇപ്പോൾ ഒരു അപകടമായതുകൊണ്ട് തന്നെ മറ്റ് സംശയങ്ങൾ കാര്യമായി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായൊരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാൽ തന്നെയും 1:30-ക്ക് ശേഷം മാത്രമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് ലഭിക്കാൻ സാധ്യത. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ദൂരം ഏറ്റവും കുറഞ്ഞതുകൊണ്ട് ഈ വയലയിലെ ഈ വീട്ടിലേക്ക് ഇവിടെ എത്തിയ ശേഷമായിരിക്കും വീട്ടിൽ മൃതദേഹം അല്പസമയത്തിന് ശേഷം ബന്ധുക്കൾക്ക് കാണുന്നതിന് സൗകര്യമുണ്ടാകും. തുടർന്ന് ഇലക്കാട് സെൻറ് മേരീസ് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ വെച്ച് ഏതാണ്ട് 3:30-4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. അപർണ. ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്.